ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് കണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ബ്ലൂബെറി ബട്ടർ മിൽക്ക് പാൻകേക്സ് ആണ്. അത് നമ്മൾ സാധാരണ പാൻകേക്സ് മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഹെൽത്തി വേർഷനാണ്, കാരണം ഗോതമ്പ് വെച്ചിട്ടാണ് ഈ ഇത്രയും ഫ്ലഫി ആയിട്ടുള്ള, കണ്ടോ എത്ര ഫ്ലഫി ആണെന്ന് നോക്കൂ. ഇത്ര ഫ്ലഫി ആയിട്ടുള്ള പാൻകേക്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബ്ലൂബെറി പാൻകേക്സ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. നമുക്ക് ബ്ലൂബെറി പാൻകേക്സ്, ബട്ടർ മിൽക്ക് പാൻകേക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഹെൽത്തി വേർഷനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 2-3 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് കേട്ടോ എല്ലാം കാണിച്ചിരുന്നത്. അപ്പോൾ 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പാൻകേക്സിൽ ഈ ബ്ലൂബെറീസ് ഒന്നും താഴത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇതിലേക്ക് 1 ടീസ്പൂണോളം നമുക്ക് ഇതിലേക്ക്, അല്ലെങ്കിൽ കുറച്ച് എടുത്തിട്ട് നമ്മുടെ ബ്ലൂബെറീസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം ഒന്ന് എന്താ പറയുക, പൊടിയിലൊന്ന് നന്നായിട്ടൊന്ന് കോട്ടാവട്ടെ. അപ്പോൾ നമ്മൾ ബ്ലൂബെറീസ് ഉണ്ടാക്കുമ്പോഴും ആ മാവിൻ്റെ അടിയിൽ പോയി ഇരിക്കില്ല. എല്ലാം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുത്തോളൂ. നന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള ഗോതമ്പ് പൊടിയിൽ ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ്. അതുമാതിരി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത്രയും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വെറ്റ് ബാറ്ററിലേക്ക് പോവാം. അപ്പം ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടർ മിൽക്ക് പാൻകേക്സ് ആണ്, ബ്ലൂബെറി പാൻകേക്സ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. 1 മുട്ടയുടെ വെള്ളക്കരുവും മഞ്ഞക്കരുവും മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് മഞ്ഞ മാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ, ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്തതാണ് ബട്ടർ. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതേമാതിരി നമുക്ക് വേണ്ടത് ഏകദേശം 1 കപ്പ് ബട്ടർ മിൽക്കാണ്. ഞാനിവിടെ 1 കപ്പ് പാലിൽ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് അതിനെ ബട്ടർ മിൽക്ക് ആക്കിയതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് എഗ്ഗുമായിട്ട് ബീറ്റ് ചെയ്യാം. ഒരു മുട്ടയാണ് കേട്ടോ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ബീറ്റർ കൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എഗ് വൈറ്റ് ഇതാ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. നമ്മുടെ ഈ മിക്സ്ചറിലേക്ക് ഈ എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, ഒരു ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വിസ്ക് നന്നായിട്ട് ഫ്ലഫി ആവണ വരെ ബീറ്റ് ചെയ്താലും മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയായി, മീൻസ് മുഴുവൻ ആയിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് എഗ് വൈറ്റ് ഫോൾഡ് ചെയ്യാം. നമ്മൾ ഇതുവരെ ബീറ്റ് ചെയ്തത് മുഴുവൻ കളയാൻ പാടില്ല, ഉണ്ട് പതുക്കെ വേണം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പതപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പം അത് താഴ്ത്താൻ പാടില്ല. ഓക്കെ, അപ്പം പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്, ബീറ്റ് ചെയ്യല്ല, പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ബ്ലൂബെറീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബ്ലൂബെറീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇത് ഡ്രൈ കാര്യങ്ങളൊന്നും കാണാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ദോശക്കല്ലോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പാനോ എന്തെങ്കിലും വെക്കുക. നമ്മൾ മാവ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മെഷർമെൻറ്റ് കപ്പാണ് എടുക്കുന്നത്. ഇത് 1/3 മെഷർമെൻറ്റ് കപ്പാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞ് തവിയായാലും മതി കേട്ടോ. ചെറുത് ദോശക്കയിൽ എടുക്കുന്ന തവിയല്ല, ചെറിയൊരു തവിയായാലും മതി. അപ്പം ഞാൻ എന്തായാലും ഇതാണ് എടുക്കാൻ പോകുന്നത്. എന്നിട്ട് പാനൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നിങ്ങൾക്ക് നെയ്യോ വെണ്ണയോ
ഓയിലും ഒക്കെ തടവി കൊടുക്കാം. ഞാനിവിടെ വെണ്ണയാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ഇട്ട് കൊടുക്കാം. അത് ഓട്ടോമാറ്റിക്കലി തന്നെ പരന്നോളും. നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് അത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും ഒരു സെക്കൻഡോ 2 സെക്കൻഡോ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും നല്ല ഗോൾഡൻ ബ്രൗൺ നിറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മുടെ ദോശ മാതിരി തന്നെ, പക്ഷേ മുട്ടയൊക്കെ കലർന്നിട്ടുള്ള ദോശ. കുറച്ചുകൂടെ സ്വീറ്റ് ആയിരിക്കും. മേലെ ഒന്ന് സെറ്റ് ആവാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ടിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയി. ഇനി മെല്ലെ നമുക്ക് തിരിച്ചിടൽ പരിപാടി തുടങ്ങാം. ഓക്കെ, തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവട്ടെ. ഒരു 2 മിനിറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാനിലേക്ക് വാങ്ങാം. ഓക്കെ, ഇതേപോലെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പാൻ കേക്ക്സ് എല്ലാം റെഡിയായി. ഞാൻ എല്ലാം സെർവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വെച്ചിട്ട് മേലേക്ക് വെച്ചിട്ടാണ്. എങ്ങനെ വേണമെങ്കിൽ കഴിക്കാൻ കേട്ടോ. ഇപ്പോഴും പ്രസൻറ്റേഷൻ പാൻ കേക്ക്സ് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഒന്നല്ലെങ്കിൽ നമുക്ക് മേപ്പിൾ സിറപ്പ് കിട്ടും, ഇല്ലെങ്കിൽ പാൻ കേക്ക് സിറപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ കിട്ടും. ഇത് രണ്ടും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് നമുക്ക് തേൻ ഒഴിച്ചിട്ടും ഇത് സെർവ് ചെയ്യാം. പിന്നെ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ ബ്ലൂബെറീസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബ്ലൂബെറീസും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ജാം കൂട്ടി കഴിക്കാം, തേൻ കൂട്ടി കഴിക്കാം, വെറുതെ കഴിക്കാം. ഓക്കെ, കെച്ചപ്പ് കൂട്ടി കഴിക്കാം. എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് കഴിക്കാം കേട്ടോ. വെറും പഞ്ചസാര കൂട്ടി കഴിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹെൽത്തി വേർഷൻ ആയിട്ടുള്ള ബ്ലൂബെറി പാൻ കേക്ക്സ് ആണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല ഫ്ലഫിയാണ്. കാണുമ്പോൾ തന്നെ അറിയണ്ടല്ലോ, ഓരോ പാൻ കേക്ക്സും നല്ല തിക്കാണ്, നല്ല ഫ്ലഫിയാണ്. നമ്മൾ ആ എഗ് വീറ്റ് സെപ്പറേറ്റ് ആയിട്ട് ബീറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര ഫ്ലഫി ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.